നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. ലോക്സഭാ ഇലക്ഷൻ നടക്കാൻ കേവലം 2 മാസം മാത്രമാണ് ബാക്കിയുള്ളത്. ഓരോ മുന്നണിയിലെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ഏറെ ചൂടുപിടിച്ച രാഷ്ട്രീയ ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് BJP ഒരു ചുവട് മുന്നേ വെച്ചിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, തൃശൂരിൽ ഭൂരിഭാഗം പിടിക്കുക എന്ന ഉദ്ദേശത്തോടെ സാക്ഷാൽ നരേന്ദ്രമോദിയെ തന്നെ തൃശൂരിലേക്ക് കൊണ്ടുവരാനാണ് BJPയുടെ നയം. നമുക്കറിയാം, തൃശൂരിൽ സുരേഷ് ഗോപി ആയിരിക്കും ലോക്സഭാ ഇലക്ഷനിൽ BJPയുടെ സ്ഥാനാർത്ഥി എന്നത്. ഇത്രവരെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും അദ്ദേഹം തന്നെയായിരിക്കും മത്സരിക്കുക എന്നത് പകലുപോലെ വ്യക്തമാണ്. അതിന് ഊർജം പകരാനാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി സാക്ഷാൽ നരേന്ദ്രമോദി തന്നെ കേരളത്തിലേക്ക് വരുന്നത്. എന്തായാലും ഇത്തവണ കനത്ത മത്സരം തന്നെയായിരിക്കും നടക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനുവരി 2-ന് കേരളത്തിൽ എത്തും. തൃശൂരിൽ നടക്കുന്ന സ്ത്രീ ശക്തി സംഗമത്തിൽ പങ്കെടുക്കാനായാണ് എത്തുന്നത്. വനിതാ ബിൽ പാസ്സായതിൽ അഭിനന്ദനം അറിയിക്കാനാണ് സംഗമം നടത്തുന്നതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ അറിയിച്ചു. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണവും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൽ ചർച്ച ചെയ്യും. മോദിയെ കൂടാതെ ആഭ്യന്തരമന്ത്രി അമിത്ഷായും പാർട്ടി ദേശീയ അധ്യക്ഷൻ JP നദ്ദ മറ്റു മുതിർന്ന നേതാക്കളും വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്ത് NDAയുടെ വിവിധ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുമെന്ന് K. സുരേന്ദ്രൻ നേരത്തെ പറഞ്ഞിരുന്നു. പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് സന്ദേശം കേരളത്തിലെ ക്രൈസ്തവ ഭവനങ്ങളിൽ എത്തിക്കാനായി എല്ലാ NDA പ്രവർത്തകരും ഇറങ്ങുമെന്നും സുരേന്ദ്രൻ പറയുന്നു. ജനുവരി അവസാനം NDAയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും പദയാത്ര നടത്താൻ തീരുമാനമായിട്ടുണ്ട്. അതേസമയം പ്രധാനമന്ത്രിയെ കേരളത്തിൽ സ്ഥാനാർത്ഥിയാക്കുമോ എന്ന അഭ്യൂഹങ്ങളും ചർച്ചകളായിരുന്നു. എന്നാൽ ഈ വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന കാര്യം തള്ളിക്കളയാൻ സാധിക്കില്ലെന്നാണ് സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ വ്യക്തമാക്കുന്നത്. രാജ്യത്ത് ഏത് മുക്കിലും മൂലയിലും മത്സരിച്ചാലും മോദി വിജയിക്കും. മത്സരിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുന്നത് കേന്ദ്ര നേതൃത്വമാണ്. രാഹുൽ ഗാന്ധിക്ക് ഇവിടെ വന്ന് മത്സരിക്കാമെങ്കിൽ ഞങ്ങൾക്ക് വന്ന് മത്സരിച്ചുകൂടെ എന്ന് സുരേന്ദ്രൻ ചോദിച്ചു. മാതൃഭൂമി ന്യൂസ് ചാനലിന് അനുവദിച്ച അഭിമുഖത്തിലായിരുന്നു BJP സംസ്ഥാന അധ്യക്ഷൻ ഇത്തരത്തിലൊരു സാധ്യതയെക്കുറിച്ച് പ്രതികരിച്ചത്. നിലവിൽ ശശി തരൂരാണ് തിരുവനന്തപുരം MP. BJP ഇക്കുറി കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കാനാണ് ആലോചിക്കുന്നത്. ഇതിനിടെയാണ് മോദി മത്സരിക്കുന്ന കാര്യം തള്ളിക്കളയാൻ സാധ്യതയില്ലെന്ന് K. സുരേന്ദ്രൻ പറഞ്ഞത്. വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ BJP സ്ഥാനാർത്ഥിയെ നിർത്തുന്ന കാര്യം ആലോചനയിലുണ്ടെന്നും സുരേന്ദ്രൻ പറഞ്ഞു. BDJSുമായി ആലോചിച്ച് ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കുമെന്ന് സുരേന്ദ്രൻ പറയുന്നു. ഡൽഹിയിൽ പാർട്ടി ദേശീയ അധ്യക്ഷൻ JP നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് സുരേന്ദ്രന്റെ ഇത്തരത്തിലുള്ള പ്രതികരണം. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ന്യായത്തിന്റെ പക്ഷത്താണെന്ന് പറഞ്ഞ സുരേന്ദ്രൻ SFIക്കെതിരെയും സംസാരിച്ചു. സർവകലാശാലകളിൽ ഇപ്പോൾ ശുദ്ധവായു വരുന്നു. JNU പൊളിച്ചില്ലേ? അതിനേക്കാൾ എളുപ്പത്തിൽ നടക്കും കേരളത്തിൽ. കേരളത്തിലെ സർവകലാശാലകളിൽ നിന്ന് SFI ക്രിമിനലുകളെ പുറത്താക്കും. 70 വർഷമായി AKG സെന്ററിലെ അടിച്ചുതളിക്കാരാണ് സെനറ്റിലും സിൻഡിക്കേറ്റിലും ഉള്ളത്. ഇപ്പോൾ ശരിയായ ആൾക്കാർ വന്നപ്പോൾ എന്തിനാണ് ബഹളം വയ്ക്കുന്നത്? അക്ഷരാഭ്യാസമില്ലാത്ത ഏരിയ സെക്രട്ടറിമാർ എഴുതി കൊടുക്കുന്ന കടലാസ് വെച്ച് സെനറ്റും സിൻഡിക്കേറ്റും കുത്തി നിറച്ചതാണ് കഴിഞ്ഞ കാലത്തെ ചരിത്രം, സുരേന്ദ്രൻ വ്യക്തമാക്കി. BJPയുടെ ബുൾഡോസർ രാഷ്ട്രീയത്തിലും സുരേന്ദ്രൻ നിലപാട് വ്യക്തമാക്കിയിരുന്നു. ബുൾഡോസർ വെക്കേണ്ട ധാരാളം സ്ഥലങ്ങൾ കേരളത്തിൽ ഉണ്ടെന്നാണ് സുരേന്ദ്രന്റെ അഭിപ്രായം. പലയിടത്തും ജനാധിപത്യ സംവിധാനങ്ങൾ നടപ്പിലാക്കാൻ കഴിയുന്നില്ലെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി. കേരളത്തിൽ നിന്നടക്കം ലോക്സഭാ സീറ്റുകൾ നേടാൻ BJP തന്ത്രങ്ങൾ മെനഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ക്രൈസ്തവ വോട്ടുകളിൽ അടക്കം കണ്ണുവച്ചാണ് BJPയുടെ നീക്കങ്ങൾ. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനുവരിയിൽ അതിനോടാണ് കേരളത്തിൽ എത്തുന്നത്. സംസ്ഥാനത്ത് മതേതരത്വത്തിന്റെ പേരിൽ ഒരു വിഭാഗത്തെ മാത്രം പ്രീണിപ്പിക്കുകയാണ്. ജനുവരി അവസാനം NDAയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും പദയാത്ര നടത്തുമെന്നും PC ജോർജ് നയിക്കുന്ന ജനപക്ഷം പാർട്ടിയെ NDAയിൽ ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. അപേക്ഷ ലഭിക്കുന്ന മുറയ്ക്ക് ഇക്കാര്യം ചർച്ച ചെയ്യുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ശിവസേന ഷിൻഡെ വിഭാഗത്തെ കേരളത്തിലെ NDAയിൽ ഉൾപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു.